നമസ്കാരം. IFFKയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു അഭിലാഷ് എസ്. പരിചയപ്പെട്ടപ്പോൾ വളരെ വ്യത്യസ്തമായ ചലച്ചിത്ര സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു മികച്ച ടെക്നീഷ്യനായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് അഭിലാഷ് മാഷിനെ ആദ്യം അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രം കർത്താവ് ക്രിയ കർമ്മം എന്ന സിനിമ ഇപ്പോൾ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. വളരെ വിചിത്രമായ സ്വഭാവങ്ങളോടുകൂടിയ മനുഷ്യരുടെ കഥ പറയുന്ന സിനിമയാണ് കർത്താവ് ക്രിയ കർമ്മം എന്നുള്ളത്. അതിനെ ഷോർട്ട് ഫോമിൽ അതിൻ്റെ ഒരു ടാഗ് ലൈൻ കർമ്മ എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുന്ന വിചിത്രമായ ജീവി നന്മ തിന്മകളിലൂടെ ജീവിച്ചു പോകുമ്പോൾ ആപേക്ഷികമാണ്. ഈ പറയുന്ന നന്മയും തിന്മയൊക്കെ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ വളരെ ദുരൂഹമായ ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു സങ്കല്പമോ മനുഷ്യ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ നന്മയും തിന്മയും. അത്തരം വൈവിധ്യമാർന്ന ആശയത്തെ വളരെ വൈരുദ്ധ്യാത്മകമായ ആ ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കുറിച്ചുള്ള കഥയാണ് ഈ കർത്താവ് ക്രിയ കർമ്മം എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമായ രീതിയിൽ പുതുമുഖങ്ങളെ കൊണ്ട്, എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും സവിശേഷമായി തോന്നിയത് അതാണ്. പുതുമുഖങ്ങളെ കൊണ്ട്, പുതുമുഖ നായകനാണ്, പുതുമുഖ പ്രതിനായകനാണ്. നായകനും പ്രതിനായകന്മാരും എല്ലാം മാറി മറിയുന്ന ഈ ചിത്രത്തിൽ എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നത് താരതമ്യേന പുതുമുഖങ്ങളായ ആർട്ടിസ്റ്റുകളാണ്. അവരുടെ മികച്ച പ്രകടനം കൊണ്ടും ശ്രദ്ധേയമായ സംവിധാന മികവ് കൊണ്ടും രചനാ കൗശലം നിറഞ്ഞ തിരക്കഥ കൊണ്ടും ശ്രദ്ധ ആകർഷിക്കുന്ന ഈ ചിത്രം ഇനിയും ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രേക്ഷക പ്രീതിയും പിന്തുണയും ഉണ്ടാവട്ടെ, പിടിച്ചു പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച അഭിലാഷ് എസിനും മറ്റ് എല്ലാ സാങ്കേതിക കലാകാരന്മാർക്കും അഭിനേതാക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിയുന്നതും പ്രേക്ഷകർ ഈ ചിത്രം കാണാനുള്ള അവസരം വരുമ്പോൾ കാണേണ്ടതാണ് എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.